മമ്മൂട്ടി എന്ന ടോപ്പിക് വന്നതുകൊണ്ട് മാത്രം ചോദിച്ചോട്ടെ. ഇപ്പൊ മമ്മൂട്ടി എന്ന സുഹൃത്തുമായി ദീർഘ സമയം സഞ്ചരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടല്ലോ, സിനിമാ പ്രവർത്തകനായിട്ടും അല്ലാതെയൊക്കെ. അമരം എന്ന സിനിമ തന്നെ എടുക്കാം. അപ്പൊ അതിൽ മകൾ ആദരിക്കപ്പെടുന്ന വേദിയിലേക്ക് നമുക്ക് കയറി വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിൽ അദ്ദേഹം കൈകൾ ഇങ്ങനെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. ആദ്യമായ ഒരു സ്റ്റേജിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ സഭാകമ്പവും ആ ശരീരഭാഷയിൽ മുഴുവനുമായുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഈ ശരീരഭാഷ ഇങ്ങനെ ചെയ്യാമെന്ന് സുഹൃത്തുക്കളായിട്ടുള്ള രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് അദ്ദേഹം എത്തുന്നത്? നമുക്ക് ഭയങ്കരമായിട്ട് സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിൻ്റെ പ്ലസ് എന്താണ് മൈനസ് എന്താണെന്നൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ മകൾ ആദരിക്കപ്പെടുന്ന വേദിയിലേക്ക് അയാളുടെ ഏറ്റവും ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അതാണ്. മകളാണ് അയാളുടെ ജീവിതം. മകൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കുകയും ആ സ്വപ്നം ജീവിതകാലം മുഴുവൻ അയാളുടെ ഏക ലക്ഷ്യമായി മാറുകയും ചെയ്യുന്നൊരു അവസ്ഥയാണല്ലോ ആ കഥാപാത്രത്തിൻ്റേത്. ആ സന്ദർഭത്തിൽ അയാൾ എത്ര നിസ്വനും നിസ്സാരനുമാണ് എന്ന് മമ്മൂട്ടി എന്ന നടന് വളരെ വ്യക്തമായിട്ടറിയാം. ആ നിസ്സാരതയിലേക്ക് അയാൾ സ്വയം ഉൾവലിയുന്നത് കൊണ്ടാണ് ആ കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ഒരാൾ അയാളുടെ ശരീരത്തിൽ അയാളുടെ നിസ്സാരത മുഴുവൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് അത്ര നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. ഇപ്പോൾ പൊന്തന്മാടയുടെ കാര്യം പറഞ്ഞില്ല, പൊന്തന്മാട എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പെർഫോമൻസുകളിലൊന്നാണ്. അതേ ആളാണ് വടക്കൻ വീരഗാഥയും ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്യുന്നത്. അതെ, ഏകദേശം ഒരു വർഷത്തിൽ. ജോണി വാക്കർ സംഘം ഇങ്ങനെ ഇത് സാർ ഇപ്പൊ ചോദിച്ചോട്ടെ, ഇത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജോസഫ് അലക്സ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഐഡിയലിസ്റ്റിക് കഥാപാത്രമാണ്. അതിപ്പോൾ ഞാൻ ജീവിച്ച കാലത്ത്, ഇപ്പോൾ അടിയന്തരാവസ്ഥ പോലെയുള്ളൊരു കാലം, കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ കാലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വേറൊരു തരം ഫൈറ്റിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുന്ന കാലം, അങ്ങനെ ഒരു കാലത്ത് ഷെയ്പ്പ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ബോധമാണ് എനിക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ജോസഫ് അലക്സിനെ എഴുതുമ്പോൾ അയാൾ കളക്ടറാണെങ്കിലും അയാളൊരു പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയാവുകയും അച്ഛൻ്റെ ക്ലൗട്ട് കൊണ്ട് അതിൽ നിന്ന് അതാണ് ദി മ്യൂട്ടിനസ് ഹലൂസിനേഷൻസ് ഓഫ് ദി അഡോളസെന്റ് അബ്സോൾഡ് എന്നാണ് അയാളെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചേഷ്ട എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഷാജി സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഷാജിയായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി. ഞാൻ ഇവിടെ ഈ ജോസഫ് അലക്സ് എന്ന് പറഞ്ഞ ആളുടെ അത് ചെയ്യില്ല, നീ അത് വിട്, ഞാനത് ചെയ്യിച്ചോളാം. ഞാൻ പുള്ളിയെ കൊണ്ട് വെച്ചു, ഞാൻ നീയും ചെയ്താലും നമുക്ക് ചെയ്താലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നോട് യോജിക്കാൻ പറ്റില്ല. വിയോജിപ്പാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കഥാപാത്രം ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബോധങ്ങളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായി വരുന്ന ചില ബോധങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നൊരു വാസന നമുക്കുണ്ടാവും. ഷാജി പറഞ്ഞേടാ നീ അത് വിട്. ജോസഫ് അലക്സ് പഴയ നക്സൽ സ്വഭാവമൊക്കെ ഉള്ള ആളായിരിക്കും, പക്ഷേ അയാൾ ഇപ്പോൾ ഒരു കളക്ടറാണ്. നമ്മളയാളെ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടല്ലേ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നീ അത് എനിക്ക് വിട്ടേക്ക്, നിനക്ക് ഞാൻ വിട്ടേക്കാം, കാരണം നീ സംവിധായകനാണല്ലോ, അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ചെയ്യാം. പക്ഷെ എൻ്റെ ജോസഫ് അലക്സ് അങ്ങനല്ല. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഷാജി പറയടാ ഈ പടം തെലുങ്കിലൊക്കെ ഓടാനുള്ള, അന്ന് കമ്മീഷണർ തെലുങ്കിൽ വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷാജി അത്തരം പോസിബിലിറ്റീസിനെ കുറിച്ച് ഷാജിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷാജി പറയടാ അത് ചെയ്യട്ടെ, അത് തിയേറ്ററിൽ കൈ അടിച്ചില്ലെങ്കിൽ നീ എന്നെ അടിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ മിക്കവാറും ഞാൻ നിന്നെ അടിച്ചിരിക്കുന്നു. പക്ഷെ അത് തിയേറ്ററിൽ ഭയങ്കര ഒരു തരംഗമായി മാറും. 2024 ഇവിടെ ഇരുന്ന് അത് തിയേറ്ററിൽ കണ്ട ആള് ചോദിക്കാതെ എഴുതിയ ആളോട് അത് പിന്നീട് അതൊരു ഒരു വലിയ സംഭവമായിട്ട് മാറി. വൈറ്റ് കോളർ ഷർട്ട് വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്, അതൊക്കെ ഷാജിയുടെ ഡിസൈൻസ് ആണ്. അതൊക്കെ ഷാജിക്ക് ഈ നമ്മളറിയാത്ത ഒരു വശമുള്ളത് ഷാജി നന്നായിട്ട് വരയ്ക്കും. ഷാജി സെറ്റുകളുടെ ഈ ഡിസൈനിൽ ഒരുപാട് ശ്രദ്ധിക്കും. അന്നത്തെ കാലത്ത് കേർട്ടനുകൾ, സെറ്റിൽ വെക്കുന്ന ചില ചെറിയ പ്രോപ്പർട്ടീസ്, അതൊക്കെ വളരെ മീനിങ് ഫുള്ളായിട്ടും ഏറ്റവും കാലാനുസൃതമായിട്ടും ഷാജി മാറ്റിയെടുത്തിട്ടുണ്ട്. വിഷ്വൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ലാംഗ്വേജിനെ അതിനെ സ്റ്റൈലൈസ് ചെയ്യുന്നതിൽ ഷാജി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഈ സെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ അതൊരു ഷാജി ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഷാജിക്ക് കുറെ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, കുറെ കൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഐഡിയലിസ്റ്റിക് വെസ്റ്റിജസിന്റെ ഭാഗമായിട്ട് ബലം പിടിക്കുകയും ചെയ്യുമായിരുന്നു. ആ ക്ലാഷ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഷാജി സാറിനോട് ചോദിച്ചു, ഈ ഷർട്ട് ചെന്നൈയിലെ ടാജിലെ, അന്ന് ടാജിൻ്റെ അകത്തൊക്കെ ക്ലോത്തിങ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ,
അങ്ങനെ അവിടെ ഒരെണ്ണം കണ്ട് ഷാജി സാർ വാങ്ങിച്ചു. ഷാജി വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു അത്തരം കാര്യങ്ങളിൽ. ഞാനന്ന് ഖദർ ഷർട്ടും മുണ്ടുകൊണ്ട് നടക്കുന്ന കാലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റൈൽ എന്ന് പറയുന്നത് അതാണ്. ഷാജി അതിനേക്കാളൊക്കെ വളരെ വിശാലമായിട്ട് ഇത്തരം മാറുന്ന അഭിരുചികളെ കാണുകയും അതിനെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സമീപിക്കുകയും ചെയ്തതാണ്. അന്നത്തെ രഞ്ജി പണിക്കരുടെ രൂപം എന്ന് പറയുന്നത് കമ്മീഷണറിൽ ചോദ്യകർത്താവായിരിക്കുന്ന രൂപമാണ്. അതെന്റെ ഒറിജിനൽ കോസ്റ്റ്യൂമാണ്, എന്റെ സ്വന്തം കോസ്റ്റ്യൂം. കമ്മീഷണർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് അയാൾക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ഷാജിടാ നീ ഒന്ന് കയറിയിരുന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കയറിയത്. ആക്ച്വലി സാർ ഓം ശാന്തി അല്ലേ ക്യാരക്ടർ വൈസ് ഒരു മാഫിയയിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞു വേറൊരാളുടെ. അതെ അതെ, മാഫിയയിൽ ഇതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അയാൾ അന്ന് രാവിലെ അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. വേറൊരാളില്ല, ബാംഗ്ലൂരാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരാളെ പകരം കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഷാജി പറഞ്ഞു നീ തന്നെ ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങുന്നു. സാറിന്റെ സിനിമകൾ തന്നെയാണല്ലോ ഒരാൾ ഹയർ ചെയ്യാൻ. 4 ഭാഷകളിൽ അഭിനയിച്ചിരിക്കുന്നു. ഇപ്പോൾ മലയാളത്തിനെന്ന് പറയുന്നതിനൊരു വല്ലാത്തൊരു വാല്യൂ, അതായത് ഗുഡ് വില്ലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാളം മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഇൻഡസ്ട്രി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ മലയാള സിനിമയോടുള്ള പെർസ്പെക്റ്റീവ് ഏത് വിധത്തിലാണ്? ഭയങ്കര നല്ല പെർസ്പെക്റ്റീവ് ആണ്. വെൻ ഐ മീറ്റ് കോസ്റ്റാർസ്, എസ്പെഷ്യലി തമിഴ് ഇൻഡസ്ട്രിയിലെ കോസ്റ്റാർസിനെ കാണുമ്പോൾ ഒക്കെ അവർ പറയുന്നത് മലയാളത്തിൽ അഭിനയിക്കണം, അതുപോലത്തെ സിനിമകൾ ചെയ്യണം. ആൻഡ് ദേ വാല്യൂ ഓൾ ദ മലയാളി ആക്ടേഴ്സ്. പുതിയ ജനറേഷൻ ആണെങ്കിലും നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും ലെജൻസിനെ എല്ലാവരെയും അവർ ഭയങ്കരമായിട്ട് അഡോർ ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഹാപ്പി. ഇപ്പം ഓരോരോ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയും ഈ സിനിമ വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ പോസ്റ്റേഴ്സ് കൊള്ളാം, ട്രെയിലേഴ്സ് കൊള്ളാം, ഓ വി ആർ എക്സ്പെക്ടിങ് ദിസ്, ഇത് നല്ല കാസ്റ്റാണ്. സോ ദർ ഇസ് എ ടോക്ക്. അപ്പോൾ അത് രസമുണ്ട് അത് കേൾക്കാൻ. ആസ് എ മലയാളി ഫോർ മീ രസമാണ്. ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ ട്രെൻഡായിട്ടുള്ള ഒരു ഫിലിം മേക്കറുമായി അസോസിയേറ്റ് ചെയ്ത് അജു വർഗീസ് നടൻ്റെ ഒരു യാത്ര കാണാറുണ്ട്. ഇപ്പോൾ തുടക്കകാലത്താണെങ്കിൽ വിനീത് ശ്രീനിവാസൻ, അതിനുശേഷം ജൂഡ് ആന്റണി, അതിനുശേഷം ബേസിൽ, അതിനുശേഷം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അരുൺ ചന്തു. ഇത് ബോധപൂർവം ചെയ്യുന്നതാണോ? ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്ത് പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ സോംബി സിനിമകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെസ്റ്റോപ്പിയൻ വേൾഡിലുള്ള സിനിമകളാണ്. അപ്പോൾ അവിടെയും അജു ഉണ്ട്. അരുൺ ചന്തു ഏറ്റവും തഴയപ്പെട്ട സംവിധായകരായിരുന്നു സാജൻ ബേക്കർ ചെയ്തു. എന്നെയും ചന്തുവിനെയും കാല് മടക്കി തൊഴിച്ച് പുറത്തിട്ട് അത് വളരെ ഫണ്ണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അയാളുടെ സായാഹ്ന വാർത്ത വന്നപ്പോൾ ഞാൻ സിറ്റി ഓഫ് ഗോഡും നായകനും കണ്ട് ഭയങ്കര ആസ്വദിച്ചു. മാറുന്ന മലയാള സിനിമ അന്ന് ഞാൻ സിനിമയിലില്ല. എൻ്റെ ഒരു അറിവ് വെച്ച നായകനും ബിഗ് ബി ഒക്കെ വരുമ്പോൾ മദ്രാസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് വിഷ്വലി വേറൊരു സാധനം തരുന്നു, വേറൊരു പാറ്റേൺ വരുന്നു. കാര്യം ഡള്ളായി കിടന്ന ഒരു മലയാള സിനിമ അന്ന് പ്രേക്ഷകൻ എന്നുള്ളതിൽ എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. വേറൊരു അപ്പീൽ തരുന്ന ഒരു സിനിമ. ഇത് ആരാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ലിജോ ജോസ് പെല്ലിശ്ശേരി, ഒരു ആക്ടറിന്റെ മകനാണ്, ബോംബെ ബേസ്ഡ് ആണ്. ആമീൻ വേണ്ടി വന്നില്ലേ, മൂന്നാമത്തെ സിനിമ. അപ്പം അരുൺ ചന്തുവിനെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്ത് കാണുന്നു, അല്ലെങ്കിൽ ഗഗനചാരി അയാളുടെ വല അനൗൺസ് ചെയ്തൊക്കെ കാണുമ്പോൾ എനിക്ക് ഇന്ന് ഇപ്പം ചന്തു മിക്ക ദിവസവും മെസ്സേജ് അയക്കാറുണ്ട്. അവൻ ഏതെങ്കിലും ഒരു മെസ്സേജ് സാജൻ ബേക്കർ നല്ല സിനിമയായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും പ്ലാൻ ചെയ്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബേസിൽ ജോസഫിനോട് വിനീത് ശ്രീനിവാസൻ മാത്രമാണ് അങ്ങനെ. എനിക്ക് ബ്ലൈൻഡ് ആയിരുന്ന സമയത്ത് എന്നെ ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഡബിൾ റോഡ് കൃത്യമായ ഇൻ്റർവെൽസിൽ എൻ്റെ ഗുരുതുല്യം 100% ഞാൻ കാണുന്ന വിളിക്കുന്നവരാണ്. ബാക്കി എല്ലാവരുടെ ഞാൻ ചെന്നത് എൻ്റെ ആവശ്യത്തിന്. ബേസിൽ ജോസഫിൻ്റെ അടുത്തും ജൂഡാനിൻ്റെ അടുത്തും മിഥുൻ മാനുവലത്തും ബിപിൻ ദാസിൻ്റെ അടുത്തൊക്കെ പോയത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനാണ്. അതെന്തിനാ? അവർക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ. എനിക്കൊരു സിനിമ എടുത്ത് പഠിക്കാനുള്ള കാശില്ലല്ലോ. ഷോർട്ട് ഫിലിം ആകുമ്പം ചെറിയ പൈസയേ ഉള്ളൂ. അപ്പം അതും അവർ തന്നെ ആട്ടോ ഇട്ടത്. ബേസിൽ അന്ന് എനിക്ക് കാശ് തന്നിട്ട് അഭിനയിപ്പിച്ചത് ആസ് ആൻ ആക്ടർ. അത് ഒരിക്കലും പ്ലാൻ ചെയ്ത് നടക്കില്ല. അവരുടെ മെറിറ്റ് കണ്ട് ഞാൻ പോയി ചോദിച്ചതാണ്. ചന്തുവായിട്ട് പിന്നെ നാച്ചുറലി സംഭവിച്ചതാണ്. തട്ടത്തിൻ മറയത്തിൽ അദ്ദേഹം പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു പോസ്റ്റർ ഡിസൈനർ. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ജൂഡ് ആന്റണി ഒരു ദിവസം രാവിലെ കഥ തുറന്നു തന്നിട്ട് ചന്തുവിനെ തലങ്ങും വിലങ്ങും തെറി പറഞ്ഞു. എന്തോ ഒരു ഫോട്ടോയോ പോസ്റ്ററോ കിട്ടാത്തതിന് കരഞ്ഞുകൊണ്ട് ഞാൻ എണീക്കുമ്പോൾ മുറിയിൽ പോസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും ചന്തുവിനെ. അപ്പോൾ ഇന്നിപ്പം അയാളുടെ കാലമായി. അയാൾക്ക് ഓരോ ഓഡിയൻസിന് അയാളുണ്ടാക്കി. ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം വല അനൗൺസ് ചെയ്തത് അയാൾക്ക് ഏറ്റവും മലയാളം സിനിമയിലെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടേഴ്സിലും ബെസ്റ്റ് കൊമേഡിയൻസിലുമായ ജഗതി സാറിനെ പോലെ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റി.